കഴിഞ്ഞ ദിവസം രാത്രിയിൽ നസ്രിയ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റിൽ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ആ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് എല്ലാവരും വിചാരിച്ചത് ഇനിയിപ്പോൾ ഡിവോഴ്സ് ആണോ അങ്ങനത്തെ വല്ല ഇഷ്യൂ ആണോ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ് മൊത്തം വായിച്ച് നോക്കാൻ തുടങ്ങിയത്. അപ്പം തന്നെ ആ ഒരു പോസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു നസ്രിയ ഫഹദ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കാര്യമല്ല, ഡിവോഴ്സോ ഒന്നും തന്നെ അല്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് എഴുതിയിരുന്ന കുറേയധികം കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് ആൾക്കാർ ഏറ്റെടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നസ്രി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് ഇതുവരെ ആരും കണ്ടിട്ടില്ല. അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്, ഭയങ്കരമായിട്ട് ലോയാണ് ഞാൻ, ഇതിൽ നിന്നൊക്കെ തിരിച്ച് ഞാൻ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് സിനിമയുടെയൊക്കെ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സക്സസ് ഒന്നും ആഘോഷിക്കാനൊന്നും ഞാൻ വന്നിട്ടില്ലായിരുന്നു, അതിന് ശ്രമിച്ചിട്ടില്ലായിരുന്നു. കുറേയധികം ഫ്രണ്ട്സ്, കൊളീഗ്സ് അങ്ങനത്തെ ഉള്ള എല്ലാവരും എന്നെ കോൾ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഫോൺ കോൾസ് ഒന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അവരുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റ് കാണുവാണെങ്കിൽ അവരോടെല്ലാം ഭയങ്കരമായിട്ട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ മനഃപൂർവ്വമാണ് എടുക്കാതിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് തളർന്നിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് ലോ ആയിട്ടുള്ളൊരു ടൈമിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പതുക്കെ ഇതിൽ നിന്നെല്ലാം ഹീലായതിനു ശേഷം തിരിച്ചു വരുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ആ ഒരു പോസ്റ്റിൽ ഇതിനെക്കുറിച്ച് തൻ്റെ ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെക്കുറിച്ചും താൻ ഭയങ്കരമായിട്ട് ലോ ആയിട്ടുള്ള ഫീലിങ്ങിലൂടെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ആ ഒരു ഫുൾ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഭയങ്കരമായിട്ട് ആരാധകരെ ഭയങ്കര വിഷമത്തിലാക്കിയിരിക്കുന്നത്. കാരണം നസ്രിയ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എൻജോയ്മെൻ്റൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ച് ഇൻ്റർവ്യൂ ആണെങ്കിൽ എവിടെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം പെട്ടെന്ന് ഇതേ കണക്കൊരു പോസ്റ്റ് ഇട്ട് ഭയങ്കര ലോ ആയിട്ടിരിക്കുകയാണ്, ഭയങ്കര വിഷമത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴത്തേനും ആരാധകർക്ക് അത് ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എല്ലാവരും ഫാൻസ് എല്ലാവരും ആ ഒരു കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്ന ഒരു കാര്യം, നല്ല രീതിയിൽ ടൈം എടുത്ത് എന്താണോ വിഷമം അതൊക്കെ മാറ്റിയിട്ട് പിന്നെയും തിരിച്ച് പഴയ പോലെ തന്നെ വരണം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ ഭയങ്കരമായിട്ട് നസ്രിയയ്ക്ക് പോസിറ്റീവായിട്ടുള്ള ഭയങ്കര കമൻസും കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ആദ്യമേ ആ ഒരു പോസ്റ്റ് കണ്ട സമയത്ത്, അതായത് അതിൽ പോസ്റ്റ് കയറി കാണുന്ന സമയത്ത് ഞാനും വിചാരിച്ചു ഇനിയിപ്പം ഡിവോഴ്സ് അങ്ങനെ വല്ലതും പറയാൻ പോവാണോ എന്നുള്ളൊരു കാര്യം. പക്ഷെ അങ്ങനെ ഒന്നും തന്നെയില്ല. അത് ജസ്റ്റ് ആ ഒരു പോസ്റ്റിൽ താനിപ്പം ഭയങ്കരമുള്ള ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെയാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്താണ് അതിനുള്ള കാരണമോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് അവാർഡൊക്കെ നസ്രിയയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും ആ ഒരു കിട്ടിയതിലും ഭയങ്കര സന്തോഷമുണ്ടെന്ന് നസ്രിയ ആ ഒരു പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ശരി, ഇപ്പോൾ ഇനി ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് പ്രശ്നമെന്നൊക്കെ ചിലപ്പോൾ ഇനി ഭാവിയിൽ വരുമ്പം ഏതെങ്കിലും ഇൻ്റർവ്യൂസിൽ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. എന്നാൽ ഇപ്പം ആ ഒരു ടഫ് ടൈമിൽ കൂടെയാണ് നസ്രിയ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു കാര്യമായിരുന്നു ആ ഒരു പോസ്റ്റിൽ ഫുള്ള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കട്ടെ, പഴയ പോലെ തന്നെ തിരിച്ചു വരാനും സാധിക്കട്ടെ എന്നുള്ള കാര്യമാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്.